ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിതവിടെ ഹോസ്പിറ്റലിലാണ്. ഞാൻ നല്ല വീഡിയോ ചെയ്തിരുന്നല്ല. അപ്പോൾ അതിലെല്ലാവരും ചോദിച്ചിട്ടുണ്ട് ഉപ്പാക്ക് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കുറേ പ്രാവശ്യം ഞാൻ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പെട്ടെന്നാണ് ഉപ്പാക്ക് അസുഖങ്ങളൊക്കെ കൂടിയത്. അപ്പോൾ എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്, എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിച്ചെല്ലാവരും. ഞാനാണ് ഇന്നലെ ചടപടയിച്ചിട്ടൊരു വീഡിയോ ഇട്ടും ചെയ്തു. എന്തോ പറയാം, ഇന്നലെ എല്ലാം കൊണ്ടും ഒരു ഇതായിരുന്നു കേട്ടോ. മിനിയാന്നാണ് ഇപ്പാനെ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് അഡ്മിറ്റ് ആക്കിയത്, ICU കെടുത്തി. അങ്ങനെ എല്ലാം കൊണ്ടൊരു പ്രശ്നമായിരുന്നു. പിന്നെ റൂമൊക്കെ മാറ്റി. പിന്നെ ഇപ്പ ഒരു അന്തും കൊന്തിയാത്ത സംസാരമൊക്കെ ഇട്ടോ സംസാരിക്കണം. ചിലപ്പോൾ നല്ലപോലെ സംസാരിക്കും, ചിലപ്പോൾ ഒരു ഇതില്ലാത്ത പോലത്തെ സംസാരമാണ്. പിന്നെ പെട്ടെന്ന് നെഞ്ഞുവേദന വന്നിട്ടാണ് അഡ്മിറ്റ് ആക്കിയത്. പിന്നെ ഈ ഡയാലിസിസ് ഉള്ള കാരണം ഇപ്പം അൽഷിഫയെ തന്നെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇപ്പോൾ അൽഷിഫയിലാണ് ഡയാലിസിസ് ഉള്ളത് കേട്ടോ. അപ്പോൾ വേറെ എവിടെയും കിട്ടിയില്ല. ഞങ്ങളവിടെയൊക്കെ ചോദിച്ചിട്ടുണ്ട്, അവിടെയും കിട്ടിയില്ല. കിട്ടാത്ത അൽഷിഫയെ തന്നെ കൊണ്ടുവന്നാണ്. അങ്ങനെ. അപ്പം ഇന്നലെ എല്ലാവരും എന്നോട് ചോദിച്ചിരുന്നു ഉപ്പാക്ക് എന്ത് പറ്റിയതാണ്, വിഷമിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. വിഷമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്ക് കുറേ കൊല്ലം കഴിഞ്ഞിട്ടാണ് എനിക്ക് എൻ്റെ ഉപ്പാൻ്റെ സ്നേഹം എന്താണെന്ന് ഞാൻ അറിയുന്നത്. സ്നേഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പാനെ ഞങ്ങൾക്ക് കിട്ടണത് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴോ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിട്ടാണ് എൻ്റെ ഉപ്പ ഞങ്ങളെ വിട്ട് പോയത് കേട്ടോ. പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഉപേക്ഷിച്ച് പോയതായിരുന്നു. ഉപ്പ ഉപേക്ഷിച്ച് പോയിട്ട് പിന്നെ വന്നത് എനിക്ക് 2 പിള്ളേരായതിൻ്റെ ശേഷമാണ്. എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. 2 പിള്ളേരായതിൻ്റെ ശേഷമാണ്. എൻ്റെ ഉപ്പാൻ്റെ നമ്പറൊക്കെ ഞാൻ തപ്പി പിടിച്ച് അങ്ങോട്ട് വിളിച്ച് അന്വേഷിച്ചാണ് കേട്ടോ ഉപ്പാനെ. പക്ഷെ എനിക്കിപ്പാന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ആങ്ങൾക്കും എൻ്റെ ഉപ്പ വേണമെന്നായിരുന്നു. എന്തോന്നറിയില്ല. പക്ഷെ ഇപ്പം ഞങ്ങൾ എന്തോ കാട്ടിക്കോട്ടെ, ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷെ ഇപ്പാനെ ഞങ്ങൾക്ക് വേണമെന്നായിരുന്നു. അങ്ങനായിട്ട് എനിക്കൊരു ബുദ്ധി ഉറച്ച് എൻ്റെ കയ്യിൽ എന്നാണോ ഫോൺ കിട്ടിയത്. എനിക്കൊക്കെ ഫോൺ കിട്ടിയതിൻ്റെ കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷമാണ്. ആ ടൈമിൽ ഞാൻ ഉപ്പാനെ വിളിച്ചു, നമ്പർ തപ്പിപ്പിടിച്ച് ഉപ്പാനെ വിളിച്ചു. അങ്ങനെ ഇപ്പോൾ ഉപ്പാൻ്റെ ഓരോ വിഷമങ്ങളും കാര്യങ്ങളും പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം നിങ്ങളിങ്ങോട്ട് പോരി, ഞങ്ങളടുത്ത് നിന്നോളി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം അന്ന് സൗദി അറേബ്യയിലായിരുന്നു കേട്ടോ, ഗൾഫിലായിരുന്നു. അതൊരു 3-4 കൊല്ലം മുന്നെയാണ്. പക്ഷെ എവിടെയാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നത്, ഞാൻ സ്കിറ്റാണ് ചെയ്തിരുന്നത്. പിന്നെ എല്ലാവരും കമൻറ്റിൽ ഫാമിലിയൊക്കെ ആരുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറച്ചിൽ ഉപ്പുണ്ട്, ഉമ്മ അങ്ങനെ എല്ലാവരോടും ഞാൻ പറച്ചിൽ. ഇന്നേവരായിട്ട് എൻ്റെ ഉപ്പാനെ ഞാനൊരു ഒഴിവാക്കിയാണ്ടുള്ളൊരു ഇത് ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. ഉപ്പ എവിടെ നിന്ന് ചോദിക്കുമ്പോൾ ഉപ്പ ഗൾഫിലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കാരണം ചെറുപ്പം മുതൽ തന്നെ ഉപ്പ ഇല്ലല്ലോ. ഉപ്പാൻ്റെ മറ്റുള്ളവരൊക്കെ ഉപ്പമാർ മക്കളെ സ്നേഹിക്കണത് കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഇല്ല, അങ്ങനെ കിട്ടണിയല്ലോ എന്നുള്ളത് മനസ്സിൽ ഇതായിരുന്ന ഒരാളായിരുന്നു കേട്ടോ ഞാൻ. ആ ഒരു സങ്കടം ഞാനും എൻ്റെ അനിയനും, ഞാനായാലും എൻ്റെ അനിയനായാലും അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. അങ്ങനെ ഉപ്പാൻ്റെ സങ്കടങ്ങളൊക്കെ കുറേ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം ഞങ്ങളുടെ അടുത്തേക്ക് പോരിന്ന് പറഞ്ഞു. ഞങ്ങൾ ഉമ്മാനോട് സംസാരിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ വന്നോട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇക്കാനോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ ഇക്ക പറഞ്ഞു അതിനൊന്നും കുഴപ്പമില്ല, എത്ര ആയാലും അവരാരെ തന്താരാണ്, എത്രത്തോളം നിങ്ങൾക്ക് നോക്കാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ നോക്കണം ഉപ്പാനെ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നോടും പറഞ്ഞു. അപ്പോൾ ഒരു പ്രാവശ്യം ഇപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു ഞാനിങ്ങനെ സൗദിയിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ പോരി എന്നൊക്കെ പറഞ്ഞു. ഇപ്പം നേരെ എൻ്റെ അടുത്തേക്കാണ് വന്നത്. ഒരു പ്രാവശ്യം വന്ന് നേരെ എൻ്റെ അടുത്തേക്കാണ് വന്നത്. അങ്ങനെ ഇപ്പാൻ്റെ ഉമ്മാൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് അതിനൊരു കുഴപ്പമില്ലാതെ പോവുമായിരുന്നു. പിന്നെ ആ നാട്ടിൽ വന്ന ടൈമിലാണ് ഉപ്പാക്ക് ചെറുതായിട്ട് മൂത്രക്കടച്ചിൽ, നായ്വേദന അങ്ങനെയൊക്കെ വന്നത്, ഊരവേദന അങ്ങനത്തെ സംഭവമൊക്കെ വന്നപ്പോൾ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ പറഞ്ഞു കിഡ്നിയിൽ കല്ലുണ്ട് എന്ന് പറഞ്ഞിരുന്നു ഉപ്പാക്ക്. കിഡ്നിയിൽ കല്ലുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ EMSലാണ് കാണിച്ചത്. 6 മാസം മരുന്ന് കുടിക്കണം, കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു എനിക്ക് സൗദിയൊക്കെ എത്ര ആയാലും ഇപ്പോൾ പറഞ്ഞത് കേൾക്കുമല്ലായിരുന്നു, പിന്നെയും പറഞ്ഞത് കേൾക്കുക
ഞാനായിരുന്നു. അപ്പോൾ ഞാൻ ഉപ്പാനോട് പറയായിരുന്നു, ഇപ്പം ഇനി ഗൾഫിലേക്ക് പോകണ്ട, ഇവിടെ എങ്ങനെയെങ്കിലും നോക്കാം, നയിച്ച് നിങ്ങളെ അസുഖം വരെ എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന്. അപ്പോൾ ഉമ്മ പറയും പോയിക്കോട്ടെ, നമുക്ക് തടുത്ത് വെക്കാൻ പറ്റില്ലല്ലോ, ഇത്രയും കാലം ഉമ്മാൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒന്നും തടുത്ത് വെച്ചിട്ടില്ല, അപ്പോൾ ഇപ്പം പോവുകയാണെങ്കിൽ ഇപ്പാൻ്റെ ഇഷ്ടത്തിന് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇപ്പം ഞങ്ങളെ വീട്ടിലേക്ക് വരുമ്പോൾ വരണ്ടാന്നും പറഞ്ഞിട്ടില്ല, പോകുമ്പോൾ പോവണ്ടെന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഇപ്പോൾ വിളിയായി, ഇപ്പോൾ പോയി, ഇപ്പോൾ 3 മാസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇപ്പോൾ പിന്നെ വന്നില്ല. ഇപ്പോൾ ആരെങ്കിലും നാട്ടിലേക്ക് വരുമ്പോൾ ഉമ്മാനോട് പറയാം ലിസ്റ്റത്തെ ഗുളിക മേടിച്ച് കാട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അത്രയും കാലം നയിച്ച പൈസ ഏതാ കാട്ടി നിന്നവരേക്ക് ഞങ്ങൾ ചോദിച്ചിട്ടില്ല കേട്ടോ. ഇന്ന കല്യാണം കഴിച്ചത് എൻ്റെ അമ്മ ഒറ്റക്കായിരുന്നു, എൻ്റെ അനിയനെ നോക്കി വളർത്തിയത് എൻ്റെ അമ്മ തന്നെയായിരുന്നു, പഠിപ്പിച്ചത് ഉണ്ടാക്കിയതൊക്കെ എൻ്റെ അമ്മ. ഞങ്ങളൊന്നും ചോദിച്ചറിയാനോ ഉപ്പാൻ്റെ പൈസ എന്താ കാട്ടി അങ്ങനത്തെ ഒരു വസ്തു ഞങ്ങൾ ചോദിച്ചറിയാൻ പറ്റിയ ഉപ്പ ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് ഞങ്ങൾ സ്വീകരിച്ചു, അത്ര തന്നെ. എന്താ സംഭവം ഏതാണെന്നൊന്നും ഞങ്ങൾ ചോദിച്ചു പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്കും തന്നെ എൻ്റെ ആങ്ങൾക്കും തന്നെ ഇപ്പാനെ കിട്ടിയൊരു സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ ഉപ്പ ഗൾഫിലേക്ക് പോയിട്ട് പിന്നെ ഉപ്പാക്ക് പനി വരുമായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് പനി വരുമായിരുന്നു. അപ്പോൾ എന്നോട് ഇങ്ങനെ വിളിച്ചിട്ട് പറയും, മുത്തുമോളെ എന്ന് വിളിക്കും, എന്നോട് പറയും പനിയാണ് മുത്തുമോളെ, വെയ്യപ്പാക്ക് തീരുക. അപ്പോൾ ഞാൻ പറയും ഇങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചെന്ന് പറയുമ്പോൾ ഇപ്പം പറയും ഹോസ്പിറ്റലിൽ കാണിക്കാൻ ഇപ്പാക്ക് മടിയാണ്, എന്ത് പറഞ്ഞാലും പറയും ഞാൻ ഹോസ്പിറ്റലിൽ കാണിക്കണില്ല, ഹോസ്പിറ്റലിൽ കാണിക്കാനൊരു മടിയാണ് ഇപ്പാക്ക്. അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് പറ്റണ മാതിരിയൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ, അങ്ങനെ പറ്റണ മാതിരി നമ്മൾ പറയും. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഒരു പ്രാവശ്യം ഇതേമാതിരി രാവിലെ വിളിച്ചിട്ടറിഞ്ഞ് ഇങ്ങനെ പറയും ഇക്ക് കിതപ്പാണത്. ഞങ്ങളെ വീട്ടിൽ വന്നിട്ട് 2.5-3 മാസത്തോളം നിന്നിട്ട് അങ്ങനെ 3 മാസം നിന്നിട്ട് പിന്നെ ആൾ നാട്ടിൽ ഗൾഫിൽ പോയതിൻ്റെ ശേഷമാണ് ഈ സംഭവം. ആകെ എൻ്റെ 2 കുട്ടികളായതിൻ്റെ ശേഷം ഞാൻ 6ാം ക്ലാസ്സിന് ഇട്ടെറിഞ്ഞ് പോയിട്ട് പിന്നെ വന്നിരിക്കുന്നത് എനിക്ക് എൻ്റെ അനിയനിക്ക് 20 വയസ്സായപ്പോഴും എനിക്ക് 2 കുട്ടികളായപ്പോഴും ഉണ്ടാ. എൻ്റെ കുട്ടികൾക്ക് കുറേ വയസ്സായതിന് ശേഷമാണ് വന്നിരിക്കുന്നത്, 7 വയസ്സ് 8 ഒക്കെ വയസ്സായപ്പോഴാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആസ്പത്രിയിൽ പോകാൻ പറഞ്ഞാലാണെങ്കിൽ ഇപ്പോൾ അവിടുന്ന് പോകില്ല. അപ്പോൾ അവിടെ എപ്പോഴാണെങ്കിലും ഒറ്റയ്ക്ക് റൂമിലാണ് താമസം എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഉപ്പാനെ ഒരു പ്രാവശ്യം രാവിലെ വിളിച്ചിട്ടാണ് എനിക്ക് ശ്വാസം കിട്ടുന്നില്ല എന്നാണ്. പിന്നെ 2 ദിവസം ഇപ്പോൾ വിളി ഉണ്ടായില്ല. പിന്നെ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഇടയ്ക്ക് നൽകി വിളിക്കലുള്ളൂ. ഞങ്ങൾ വിചാരിച്ച് വിളിക്കുമല്ലോ, വേറെ ഒരാളെ നമ്പറാണ് നമുക്ക് അവിടെ നിന്ന് അടുത്തുനിന്ന് തരില്ല, അങ്ങനത്തെ ഒക്കെ ഒരു ആളായിരുന്നു, ടൈപ്പായിരുന്നു. അങ്ങനെ പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു മുത്തുമോളെ ഞാൻ ഹോസ്പിറ്റലിലാന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മോനെ കൊണ്ടാക്കാൻ പോയതായിരുന്നു, മോനെ ഞാൻ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയിരുന്നു. അവനക്കിങ്ങനെ കൊല്ലുവിയൊക്കെ വന്നിട്ട് ഹോസ്പിറ്റലാന്ന് പറഞ്ഞപ്പോൾ എനിക്കാണ് അധികം വിളിക്കൽ കേട്ടോ. ഉമ്മാക്കും തന്നെ വല്ലാതെ വിളിയൊന്നും ഉണ്ടായിട്ടില്ല, എന്നാലും എന്നോടാണ് അധികം വിളി. പിന്നെ ആങ്ങൾക്കും വല്ലാതെ വിളിക്കൂല, പക്ഷെ അധികം ടച്ചിങ് ഉള്ളത് എന്നോടായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണെന്ന് പറഞ്ഞ് പിന്നെ അവിടെ അടുത്തുള്ള ഒരാൾ എനിക്ക് വിളിച്ചു, ഇങ്ങനെ ഉപ്പാക്ക് പെട്ടെന്ന് വയ്യ എന്നൊക്കെ പറഞ്ഞ് അവിടെ സൗദിയിൽ അഡ്മിറ്റാണ്, ശ്വാസം കിട്ടാതായി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ പറഞ്ഞ് കഫക്കെട്ട് കൂടിയിട്ടാണെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ. പിന്നെയാണ് പറഞ്ഞത് കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ട്, ഡയാലിസിസ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. ഡയാലിസിസ് ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ നാട്ടിലേക്ക് പോരി, ഇവിടം കൊണ്ട് നമുക്ക് ചികിത്സിച്ച് മാറ്റാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞില്ല നോക്കട്ടെ ഞാൻ ഇവിടെ തന്നെ നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം എൻ്റെ ഉമ്മാക്ക് തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. പ്രശ്നം ഉണ്ടായിട്ട് ചങ്കിൽ ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ EMS ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ അവിടുന്ന് ഇതുപോലെ എന്നോട് വിളിച്ചിട്ടറിഞ്ഞ് ഇന്നെ ഇവിടുന്ന് കയറ്റി അയക്കുകയാണ്, ഉപ്പാക്ക് തീരെ വൈകി കഴിഞ്ഞാൽ അധികം നിൽക്കുകയെന്നുണ്ടെങ്കിൽ എൻ്റെ ആളുണ്ടാവില്ല എന്നാണ് പറയണതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചു. അങ്ങനെ ഞാൻ അടുത്തുള്ള ആളെനിക്ക് വിളിച്ചപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ അവരെന്നോട് ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പാൻ്റെ വാരിക്കൊന്ന് തുളച്ചിട്ട് മൂത്രം അയിക്കൂടെ പോണ രീതിയിൽ ഉപ്പാക്ക് കിട്ടിയിരുന്നു. അപ്പോൾ അതും പിടിച്ചിട്ടാണ് നാട്ടിലേക്ക് വന്നത്. അങ്ങനെ എൻ്റെ ഉമ്മാൻ്റെ അനിയത്തി ഞാനും കൂടിയാണ് ഉപ്പാനെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പോയതും കൊടുന്നതും. പിന്നെ നേരെ വന്നത് ഇപ്പോൾ EMS ഹോസ്പിറ്റലിലേക്കാണ്. അങ്ങനെ EMS ഹോസ്പിറ്റലിലേക്ക് ഉമ്മ ഓപ്പറേഷൻ വാർഡിലേക്ക് കയറിയ ടൈമിൽ ഇപ്പോൾ വന്നും ചെയ്ത്. അങ്ങനെ അവിടെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ എന്താണ് ഡോക്ടർ പറഞ്ഞു ഇവിടെ ഇതിനുള്ള സംവിധാനം ഇല്ല. ഒന്നാമത് ഡയാലിസിസ് ഇവിടെ ഫുള്ളാണ്, ഡയാലിസിസ് നിർത്താൻ പറ്റൂല ഇപ്പാക്ക്, നിങ്ങൾ
വേറെ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചോളി, അൽഷിഫയ്ക്ക് ഞാൻ എഴുത്ത് തരാമെന്നാണ്. അന്ന് ഞാനാണ് കൊണ്ട് നടക്കാനുള്ളത്. എനിക്കാണെങ്കിൽ ഒരു എത്തും കൂടില്ല, എന്ത് ചെയ്യും ഏത് ചെയ്യും എന്നുള്ളൊരിതില്ല. ആങ്ങളെയാണെങ്കിൽ ഇവിടെ ഇല്ല. ഞാൻ എന്ത് ചെയ്തു, ഉപ്പാൻ്റെ അനിയൻ്റെ മോനെ വിളിച്ചിട്ട് അവനും ഞാനും കൂടി അൽഷിഫയിൽ കൊടുന്ന് അഡ്മിറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം പറഞ്ഞത് ഈ സാധനം മൂത്രസഞ്ചിയാണെന്ന് എനിക്കും അറിയില്ലായിരുന്നു, ഉപ്പാക്കും അറിയില്ലായിരുന്നു. അവരവിടുന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ലാണെന്നാണ് ഉപ്പാക്ക് പറഞ്ഞത്. പിന്നെ പൊതുവേ ഉപ്പാക്കൊരു അറിവില്ലാത്ത ഒരാളാണ്. എന്ത് ചെയ്യണം അത് ഞങ്ങളിങ്ങനെ ചിന്തിക്കും. ഞാൻ ചിന്തിക്കും ഇത്രയും കൊല്ലം സൗദി അറേബ്യയിൽ എങ്ങനെ നിന്ന് എന്നുള്ളത്. എന്നിട്ട് അങ്ങനെ നാട്ടിലേക്ക് വന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയതിന് ശേഷം ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം, ഒരു കിഡ്നി പറ്റ പൊയ്ക്കണം, മറ്റേ കിഡ്നി നമുക്ക് ഡാമേജ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ കയ്യിൽ 5 പൈസ ഇല്ലാതെ കേട്ടോ വന്നത്. ഉള്ളത് നുള്ളിപ്പെറുക്കി ഞങ്ങൾക്ക് പറ്റണ മാതിരി ഉപ്പാനെ ചികിത്സിച്ച്. പിന്നെ ഉപ്പാൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഉപ്പാൻ്റെ അറബി അവിടുന്ന് 2 പ്രാവശ്യം അയച്ചു കൊടുത്ത് പൈസ. പിന്നെ അയച്ചിട്ടില്ല കേട്ടോ. ഒരു പരിമിതികളുണ്ടല്ലോ, അവരിപ്പോൾ ഒരു നിങ്ങൾക്കറിയാലോ പ്രവാസ ജീവിതത്തിൽ ഇങ്ങനെ പണിയെടുത്തവർക്കൊരു പരിമിതികളുണ്ട് അവർ ചെയ്തു കൊടുക്കാൻ. ചിലവർ നല്ലതാണെങ്കിൽ ചെയ്തു കൊടുക്കും. ഇപ്പാക്ക് 2 പ്രാവശ്യം അവിടുത്തെ ശമ്പളമാണെന്ന് പറഞ്ഞിട്ടാണ് അയച്ചു കൊടുത്തത്. അത് ഇപ്പം ഇങ്ങനെ പറയും സൂക്കടാണ് വെയ്യാന്ന് പറയുന്ന കേട്ടോ. ഉപ്പാൻ്റെ അടുത്തുള്ള റൂമത്തെ ആളോട് പറഞ്ഞിട്ട് ആൾ അറബിയിൽ സംസാരിച്ചിട്ട് അങ്ങനെ അയച്ചു കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ ഇപ്പാക്ക് കിഡ്നിയിലുള്ള കല്ലെടുത്ത് ഒഴിവാക്കി. പിന്നെ എൻ്റെ അക്ക ഗൾഫിലായിരുന്നല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇക്ക അങ്ങ് ഗൾഫിലാണ്, ഞാൻ വാടക വീട്ടിലാണ് താമസിക്കണമെന്നൊക്കെയുള്ള എല്ലാ കാര്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇക്ക അവിടുന്ന് ഇക്കാക്ക് പറ്റുന്ന മാതിരി ഇക്കും പൈസ അയച്ചെന്ന് എങ്ങനെയായാലും ഈ അൽഷിഫ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി കിട്ടണമല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങളവിടെ അന്വേഷിച്ചപ്പോൾ വേറെ എവിടെയും ഡയാലിസിസ് ഇല്ല. പാനവിടെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ കിഡ്നിത്തെ കല്ലെടുത്ത് ഒഴിവാക്കി. പിന്നെ ഇവിടെ ആയിരുന്നു ഡയാലിസിസ് ചെയ്യണിട്ട്. പിന്നെ അത് കയ്യുമ്മക്ക് മാറ്റി അങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്നെ പന കൊണ്ടുവന്നു ഞങ്ങൾ വീട്ടിൽ കൊടുത്ത്. ഞങ്ങൾക്ക് പറ്റുന്ന മാതിരി ഇന്ന് വരി ഞങ്ങൾ നോക്കി. പിന്നെ ഇന്ന് വരി നോക്കി. ഇനി അവിടുന്ന് അങ്ങോട്ട് എങ്ങനെ ആയാലും നോക്കും. ഇപ്പം ആ ഒരു വിഷമമുണ്ട് കേട്ടോ. ആരാരുമില്ല, എന്താണ് ഏതാണ് അങ്ങനത്തെ ഒരു ടെൻഷൻ വേറെ ഉണ്ട്. പൈസ ഇല്ല കയ്യിൽ, ഇനി എങ്ങനെ ഞാൻ ജീവിക്കും, എങ്ങനെ ഇപ്പാൻ്റെ ചികിത്സ നടത്തും. അപ്പം എൻ്റെ അമ്മ പറയും ആരാണ് ആൾക്കാരോട് കൈ കാട്ടിയിട്ടായാലും നിങ്ങളെ ഞാൻ നോക്കും, നിങ്ങളൊരാൾക്ക് ഞാൻ തട്ടാൻ വിട്ടുകൊടുക്കൂല, നിങ്ങൾ അയച്ചിട്ട് പേടിക്കണ്ടെന്ന് ഇപ്പാനിങ്ങനെ സമാധാനിപ്പിക്കും. പിന്നെ ഇപ്പാക്ക് പെട്ടെന്നൊരു പനി വന്നതായിരുന്നു. പനി വന്നിട്ട് എൻ്റെ അടുത്തായിരുന്നു ഇപ്പം നിന്നിരുന്നു, പിമ്മി നിന്നിരുന്നത്. പിന്നെ ഇക്ക വന്നപ്പോൾ ഉമ്മ വീട്ടിലേക്ക് പോയതാണ്. പിന്നെ ഇക്ക പറഞ്ഞ് അവിടെ ഉമ്മാനി പനി ഒറ്റയ്ക്ക് നിർത്തേണ്ട, അങ്ങനെ അസുഖമുള്ള ആളല്ലേ നമുക്ക് നോക്കാനായിട്ട് പിന്നെ ഞങ്ങൾ കൊണ്ടുവന്നു. പിന്നെ പനി ഉണ്ടായിരുന്ന ആൾക്ക്. അപ്പോൾ പൈസ ഇല്ല, ഞാൻ പനിയാണെന്ന് പറഞ്ഞ് ഡോക്ടറെ കാണിക്കാൻ ഞാൻ പോവില്ല, കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ വാശി പിടിച്ച് നിൽക്കും. ഞാൻ നിങ്ങൾ പോരും എന്ന് പറഞ്ഞിട്ട് ഇപ്പാനെ വിളിച്ചാൽ ഇപ്പോൾ വരൂല. അങ്ങനെ എൻ്റെ ഇക്ക പ്രാവശ്യം ഇക്കാക്ക് ദേഷ്യപ്പെടേണ്ട അവസ്ഥ വന്ന് ഇപ്പാനോട് നിങ്ങൾ ഇങ്ങനെ കളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അസുഖം കൂടുകയുള്ളൂ, നമ്മൾ അഡ്മിറ്റ് ആവേണ്ടി വരും, നിങ്ങൾ വരും നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് പിടിച്ച് വലിച്ച് ഒരു ശകലം ദേഷ്യപ്പെട്ട് കണ്ട് ഉപ്പാനെ ഹോസ്പിറ്റലിലേക്ക് കൊടുന്നു കൊടുന്നപ്പോൾ ക്രിയാറ്റിന് 13 അയക്കണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് വാശി പിടിച്ച് ഞാൻ അഡ്മിറ്റ് ആവില്ല, എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട്. കയ്യിൽ പൈസ ഇല്ല. പക്ഷെ എനിക്കാണെങ്കിൽ നമുക്ക് ഉപ്പാനെ ഒരിക്കലും തട്ടാൻ പറ്റില്ല. എത്ര ആയാലും ജനിപ്പിച്ചപ്പല്ലേ. ഇപ്പം നമ്മളെ എന്തോ കാട്ടിക്കാട്ടെ ഉപ്പാൻ്റെ ബുദ്ധിമോശം കൊണ്ട് പോയി ചെയ്തതാണ്. അത് വെച്ച് ഒരു പ്രാവശ്യം ഇപ്പം തിരുത്തി നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ ഉപ്പാനെ ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഉപ്പാൻ്റെ ഈ അസുഖവും കാര്യത്തിൽ ഉപ്പാനെ ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെ ആയിട്ട് ഇക്ക എൻ്റെ അമ്മയും കൂടിയും കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ. അങ്ങനെ അന്ന് അഡ്മിറ്റ് ആവാതെ അങ്ങോട്ട് പോന്ന്. അന്ന് പിന്നെ ഗുളികയും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ പനി കുറവുണ്ടായിരുന്നു, പറ്റ മാറിയിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അന്തമില്ലാത്ത വർത്താനം സംസാരിക്കുന്നത്. അപ്പോൾ എന്താ പറയൽ, ആദ്യത്തെ ഇപ്പല്ല, ഇപ്പോൾ ഒരു അന്തമില്ലാത്ത സംസാരമാണ് സംസാരിക്കുന്നത്. ചിലപ്പോൾ നല്ല നോർമലായി സംസാരിക്കും, ചിലപ്പോൾ ഒരു അന്തമില്ലാത്ത സംസാരിക്കും. അങ്ങനെയാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ നിൽക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് ഭക്ഷണം തീരെ കഴിക്കണില്ല കേട്ടോ. അപ്പം അങ്ങനെ ഒരു ദോശൻ്റെ ഒരു പൊട്ട് തിന്നിട്ട് ഉപ്പ പറഞ്ഞു ഞാൻ കെടുക്കട്ടെ എന്നങ്ങാണ്ട് പോയി ഗുളികയും മരുന്നൊക്കെ കുടിച്ച് കിടന്നതാണ് ആൾ. അങ്ങനെ ഗുളികയും മരുന്നൊക്കെ കുടിച്ച് കിടന്നതിന് ശേഷം
ഉപ്പാക്ക് നെഞ്ഞുവേദന പോലെ വന്നു, തീരെ സഹിക്കാൻ പറ്റാത്ത നെഞ്ഞുവേദന വന്നു. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ഇത് വിളിച്ച് ആംബുലൻസ് വിളിച്ചങ്ങാണ്ട് ഉപ്പാനെ കൊണ്ടുവന്നു. ഇവിടെ അഡ്മിറ്റാക്കി, അൽഷിഫ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റാക്കി. കാരണം ഇപ്പാനെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം ഡയാലിസിസ് ഉള്ള ഇപ്പാനെ ഇവിടെ തന്നെയാണ് ഡയാലിസിസ് ചെയ്യുന്നതും ഇവിടുത്തെ ഡോക്ടറാണ് ചികിത്സിക്കുന്നതും ഒക്കെ. അങ്ങനെ പറ്റണ മാതിരി ഞങ്ങൾ ഇതുവരെ ഞങ്ങൾ നോക്കി. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5ൻ്റെ പൈസ എൻ്റെ അക്കാൻ്റെ കയ്യിലാണെങ്കിലും ഇല്ല, ഉമ്മാൻ്റെ കയ്യിലാണെങ്കിലും ഇല്ല, ആങ്ങളുടെ കയ്യിലും ഇല്ലാതെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അങ്ങനെ ഇവിടെ അഡ്മിറ്റാക്കി ICUയിൽ കയറ്റി. ഇപ്പോൾ ആളെ റൂമൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും ആൾക്കൊരു അന്തമില്ലാത്ത സംസാരം തന്നെ, ആദ്യത്തെ പോലെ തന്നെ. ഒരു ഭക്ഷണം കഴിക്കണില്ല, ഫുള്ള് ഉറക്കം, ഒരു ക്ഷീണം മാറി. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ചെറിയൊരു ECGയിൽ വെരിഫിക്കേഷൻ കണ്ടിട്ടുണ്ട്, നമുക്ക് ആൻജിയോഗ്രാമി ഭാവിയിൽ നമുക്ക് ചെയ്യേണ്ടി വരും. ഭാവിയിൽ എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ കുഴപ്പമില്ല, സൂചി അടിക്കുന്നുണ്ട്, ഇൻഫെക്ഷൻ്റെ സൂചി അടിക്കുന്നുണ്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുൾക്കൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ ഭക്ഷണം തീരെ കഴിക്കണില്ല. ഇപ്പം ആദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ ഇല്ല, എന്താ കാട്ടുക എന്ന് പറഞ്ഞിരുന്നു. ഇപ്പം അപ്പം അതിനെപ്പറ്റി സംസാരിക്കണം. ഇപ്പം അതിൻ്റെ ചിന്തന വേറെ ആയ പോലെ, എന്താണെന്നറിയില്ല, ചിന്തന വേറെ ആയ പോലെ. എനിക്കാണെന്നുണ്ടെങ്കിൽ കയ്യും കാലം വരച്ചിട്ട് എന്താ ചെയ്യാന്നറിയില്ല. പിന്നെ ഈ ഹോസ്പിറ്റലിലൊക്കെ ഒരുപാട് പൈസ ആവുമല്ലോ. അങ്ങനെ 5ൻ്റെ പൈസ കയ്യിലില്ല, ഉമ്മാൻ്റെ കയ്യിൽ 5ൻ്റെ പൈസ ഇല്ല. അനിയനാണെന്നുണ്ടെങ്കിൽ ഉപ്പ നാട്ടിലേക്ക് വന്നപ്പോൾ ഉപ്പാനെ കാണാൻ വേണ്ടി നാട്ടിലേക്ക് വന്നായിരുന്നു. അവന് ഇപ്പോൾ പോയിട്ട് ഇപ്പോൾ 1 മാസമായിട്ടില്ല. അവനോട് ചോദിച്ചിട്ട് അവനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല. ഒരിതാണ് കേട്ടോ. കാണുന്നവർ പറയും മകൻ ഗൾഫിലല്ലേ, മരുമകൻ ഗൾഫിലല്ലേ. ഗൾഫാന്ന് പറഞ്ഞിട്ട് കാര്യം നമ്മൾക്ക് വേണം. ഞാൻ നിൽക്കണതന്നെ വാടപ്പരയിൽ, ഞങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള വീട് തന്നെ, ഞങ്ങൾക്ക് ബൈത്തുറഹ്മാൻ്റെ വീടാണ് ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ. അങ്ങനെ എന്നെ കല്യാണം കഴിച്ച് കൊടുക്കുമ്പോൾ എൻ്റെ ഉമ്മ പണ്ടൊന്നും തന്നിട്ടില്ല, ഗ്യാരണ്ടി പണ്ടിട്ടാണ് കല്യാണം കഴിച്ചിറക്കിയത്. എൻ്റെ ഇക്ക നല്ലൊരു മനസ്സിൻ്റെ ഉടമ ആയതോ, ഇക്കാക്ക് അത് പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ പണ്ടത്തിന് സ്നേഹിക്കണില്ല, ഇക്ക അവളെ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇന്ന് വരായിട്ട് ഇതായിട്ടില്ല കേട്ടോ. പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല, ഇപ്പാൻ്റെ കാര്യമായിരിക്കുമ്പോൾ എനിക്കിപ്പോൾ ടെൻഷൻ ഒരു ഉഷാറ് കിട്ടണില്ല. എന്താ ചെയ്യുക ഏതാ ചെയ്യുക എന്നൊരു എത്തുമ്പോഴും കിട്ടണില്ല കേട്ടോ. അപ്പോൾ അതായിരുന്നു ഞാൻ ഇന്നലെ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിരുന്നത്. പറ്റണ മാതിരി നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റണ മാതിരി ഞങ്ങളൊന്ന് സഹായിക്കുമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അങ്ങനെ അധികം ആരും വ്യൂവേഴ്സും കാര്യങ്ങളൊന്നും കുറച്ച് ആൾക്കാരേ ഉള്ളൂ കണ്ടിട്ട്. ഇപ്പോഴും ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് പറ്റണ മാതിരി ഞങ്ങളെ സഹായിക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സഹായിക്കുക. എൻ്റെ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എത്ര ആയാലും അവരാരെ എനിക്ക് എൻ്റെ ഉപ്പാനെ ഇനിയിപ്പോൾ ആരും എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും എൻ്റെ ഉപ്പാനെ ഞാനായാലും എൻ്റെ അനിയനായാലും എൻ്റെ ഉമ്മാനെ തള്ളി പറയുമല്ലോ. ഉപ്പാക്ക് ചെയ്ത തെറ്റ് ഒരിക്കലും നമ്മൾ മക്കളായിട്ട് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഉപ്പാൻ്റെ തെറ്റ് തിരുത്തി ഞങ്ങളുടെ അടുത്തേക്ക് വന്നതാണ്. ഉപ്പാൻ്റെ അസുഖം കാര്യങ്ങളൊക്കെയാണ്, ഉപ്പാനെ നോക്കേണ്ട കടമ ഞങ്ങൾക്കാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇപ്പോൾ ഉള്ളത് അൽഷിഫ ഹോസ്പിറ്റലിലാണ്. എന്നാൽ ഡിസ്ചാർജ് എന്നൊന്നും പറഞ്ഞിട്ടില്ല, എന്നാണ് ഏതാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഉപ്പാൻ്റെ കണ്ടീഷൻ ഇപ്പോൾ ഇതാണ്, ഭക്ഷണം കാര്യങ്ങളൊന്നും കഴിക്കണില്ല, ഫുള്ള് ക്ഷീണമാണ് ആൾക്ക്. ചിലപ്പോൾ ഈ മരുന്നും ഗ്ലൂക്കോസും കയറ്റുന്നതിൻ്റെയാണോ എന്താണെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാൻ എൻ്റെ ഉപ്പാക്ക് എന്താണെന്ന് ചോദിച്ചവർക്ക് വേണ്ടി ഞാനിങ്ങനെ വീഡിയോ ചെയ്ത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു ഉപ്പാക്ക് എന്താണ് ഞാൻ ലൈവ് ഇടുമ്പോഴും ചോദിച്ചിരുന്നു ഉപ്പാക്ക് എന്താണ്. ഞാൻ ഇത്രയും സങ്കടങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിട്ട് ഇന്നേ വരെയായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ട് കേട്ടോ. ഞാൻ അങ്ങനെയൊന്നും വീഡിയോ ചെയ്യരുതെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു. പക്ഷേ സാഹചര്യം കൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടാ. അപ്പം അങ്ങനെ പത്രമുള്ള ഇതാണ് എൻ്റെ ഉപ്പാക്ക് സംഭവിച്ചത്. അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പം എന്നാൽ ശരി, ഞാൻ പിന്നെ വരാം കേട്ടോ വീഡിയോ ഇട്ട്.